രാജീവ് ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ അത് അറിയിക്കേണ്ടത്. മുസ്ലിംകൾക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നറിയിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുള്ള വിധിയെ വേണ്ടൂ, അതനുസരിച്ച് വിധിച്ചാൽ മതി എന്ന്. അപ്പോ പ്രധാനമായിട്ടും ഈ സുപ്രീം കോടതി വിധിയിൽ മുസ്ലിംകൾ അനുഭവിച്ചു വരുന്ന ഒരു ആനുകൂല്യം എടുത്തു കളയണമെന്നുള്ള ധ്വനിയുണ്ട്. അത് മാത്രമല്ല, ഗവൺമെന്റ് അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾ നേരിട്ടതിന് ഇടപെടാൻ പോവുകയാണ്, കോടതി തന്നെ ഇടപെടാൻ പോവുകയാണ് എന്ന 32-ാം ഖണ്ഡികയുടെ അവസാനത്തിൽ പറയുന്നു. അതിന്റെ അർത്ഥം എന്താ വെച്ചോ, ശരീഅത്ത് നിയമം ഗവൺമെന്റ് എടുത്തു കളയുന്നില്ലെങ്കിൽ കോടതിയിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് കോടതി ഭരണഘടനയുടെ രക്ഷക്കെത്തും. ഞങ്ങളത് ശരീഅത്ത് നിയമത്തിനെ സംബന്ധിച്ചുള്ള നിയമം ഞങ്ങൾ ഫലപ്രദമല്ലാതാക്കും എന്നാണ് കോടതി പറയുന്നത്. ഒരിക്കലും മുസ്ലിംകൾ സ്വീകാര്യമല്ല. എന്തുകൊണ്ട് വെച്ചോ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഇസ്ലാമിക ശരീഅത്ത് മാറ്റണം എന്ന് പറയുന്ന പല ആളുകളും ഉദ്ധരിക്കാറുള്ള, സുപ്രീം കോടതി വരെ ഉദ്ധരിച്ചിട്ടുള്ള ഒരാളാണ് ജസ്റ്റിസ് ഡോക്ടർ സാഹിബ് മുഹമ്മദ്, വലിയ നിയമപണ്ഡിതനാണ്. അയാളുടെ ഈ പുസ്തകം, ഈ മുസ്ലിം ലോകത്തിലെ കുടുംബ നിയമ പരിഷ്കാരം എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിൽ നിന്ന് ശരീഅത്തിനെ എതിർക്കുന്ന EK നായനാർ അടക്കമുള്ള എല്ലാ ആളുകളും ഇതിൽ നിന്ന് ഉദ്ധരിക്കാറുണ്ട്. ആ പുസ്തകത്തിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മുസ്ലിംകളുടെ മാത്രം ഒരു ഔദാര്യമല്ല, മുസ്ലിംകൾക്ക് കിട്ടിയ ഒരു ഔദാര്യമല്ല. ഏത് കാലത്തും ഇന്ത്യ രാജ്യത്ത് അങ്ങനെയായിരുന്നു. നിങ്ങൾ നോക്ക്, മുസ്ലിം ഭരണകാലത്ത് ഈ സമുദായങ്ങളെല്ലാം, ഈ സമുദായങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ പല മതക്കാരടങ്ങുന്ന ഒരു രാജ്യമാണ്. ഹിന്ദുക്കളാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം, മുസ്ലിംകൾ ഏറ്റവും വലിയ ന്യൂനപക്ഷമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റു ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യാനികൾ, പാർസികൾ എന്നിവരാണ്. മുസ്ലിം ഭരണകാലത്ത് ഈ സമുദായങ്ങളെല്ലാം വ്യക്തി പദവി, കുടുംബ നിയമം, പിന്തുടർച്ച, തറവാട്ട് സ്വത്ത് എന്നിവയിലെല്ലാം താങ്കളുടെ നിയമവും ആചാരവുമാണ് പിന്തുടർന്നു വന്നിരുന്നത്. മുസ്ലിം ഭരണകാലത്ത് ഹിന്ദുക്കൾക്ക് ശരീഅത്ത് ഈ തരം സിവിൽ നിയമത്തിന് ഹിന്ദുക്കളുടെ നിയമമനുസരിച്ചും, ക്രിസ്ത്യാനികളുടെ നിയമമനുസരിച്ചും, സിക്കാരുടെ നിയമമനുസരിച്ചും, പാർസികളുടെ നിയമമനുസരിച്ചായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോഴോ ബ്രിട്ടീഷുകാരും അംഗീകരിച്ചു. ബ്രിട്ടീഷുകാർ അംഗീകരിച്ചിരുന്ന ഒരു കാര്യം, ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം വാങ്ങിയപ്പോൾ അനുവദിച്ചു കിട്ടുകയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു, അതനുസരിച്ച് അനുവദിച്ചിരുന്നാണ്. ഇവിടെ അത് എടുത്തു കളയണം എന്ന് പറയുന്നവർ പല തരത്തിലുള്ള ന്യായങ്ങൾ പറയുന്നത്, പല തരത്തിലുള്ള ന്യായങ്ങൾ. ആ ന്യായങ്ങളൊന്നും പറയും ഇയാൾ പറഞ്ഞില്ല തോന്നുന്നല്ലേ. മൂപ്പർക്ക് നിൽക്കാനും പൊളിച്ചെടുക്കുന്ന പടി തന്നെയായിരുന്നു ശരീഅത്തിനെ പറ്റി പറഞ്ഞിട്ട്. ഈ ശരീഅത്ത് നിയമത്തെ സംബന്ധിച്ച് പല വാദങ്ങളും ഉന്നയിക്കാറുണ്ട്. ഇത് പൊളിച്ചടക്കാൻ, ഇത് വേണ്ട, ഏകസിവിൽ കോഡ് മതി എന്നതിന് പലതരത്തിൽ ന്യായങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ നിയമം, ഈ TK സാഹിബ് അതുപോലുള്ള ആളുകളൊക്കെ പറയല്, ഇന്ത്യയിലുള്ള ശരീഅത്ത് നിയമം യഥാർത്ഥത്തിലുള്ള ശരീഅത്ത് നിയമമല്ല, മറിച്ച് അത് വെറുതെ ആൾക്കാരൊക്കെ കൂടി അത് എഴുതുണ്ടാക്കിയതാണെന്നുള്ള ആൾക്കാർ. സത്യത്തിൽ അങ്ങനെ അല്ലട്ടോ. നിങ്ങളൊന്ന് മനസ്സിലാക്കണോ, ഇന്ത്യൻ ശരീഅത്ത് ആക്ട് എന്ന് പറഞ്ഞ 1937 28ാം നമ്പറായി പാസ്സാക്കിയ ഒരു ആക്ടാണ്. ആ ആക്ടിന് ആകെ പ്രസക്തമായ ഒരേ ഒരു വകുപ്പേ ഉള്ളൂ. ആ ഒരേ ഒരു വകുപ്പ് എന്താണെന്നറിയാം, ഈ 1937 26ാമത്തെ ആക്ട് ഇന്ത്യ അംഗീകരിച്ചത്. അതിലുള്ള ആകെ ഒരൊറ്റ പ്രസക്തമായ വകുപ്പ്, ഞാൻ പുസ്തകം വായിക്കുമ്പോൾ മുഷിയരുത്, നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മറിച്ച് എന്തെല്ലാം ആചാരങ്ങളോ വഴക്കങ്ങളോ ഉണ്ടായിരുന്നാലും വസിയത്തില്ലാത്ത പിന്തുണച്ച, സ്ത്രീയുടെ പ്രത്യേക സ്വത്ത് എന്നിവയെ സംബന്ധിച്ച പ്രശ്നങ്ങളിലും വിവാഹമോചനം, ചെലവിന് കൊടുക്കൽ, വിവാഹമൂല്യം, രക്ഷാകർതൃത്വം, ഇഷ്ടദാനം, ട്രസ്റ്റ് സ്വത്ത്, വഖഫുകൾ എന്നിവയെ സംബന്ധിച്ച നിയമങ്ങളിലും കക്ഷികൾ മുസ്ലിംകളായിട്ടുള്ള കേസിൽ മുസ്ലിം വ്യക്തി നിയമത്തിലെ റൂളുകളാണ് വിധിന്യായത്തിന് ഉപയോഗിക്കുക. ഇത് മാത്രമേ ഉള്ളൂ ഈ ആക്ടിൽ. 11 കാര്യം പറഞ്ഞത്, 10 വേണമെങ്കിൽ ചുരുക്കം ചെയ്യാം. വസിയത്തില്ലാത്ത പിന്തുണച്ച അവകാശം, സ്ത്രീകളുടെ സ്വത്ത്, അതുപോലെ വിവാഹമോചനം, ചെലവിൽ കൊടുക്കൽ, മഹർ കൊടുക്കൽ, ഈ ജാതി 10 കാര്യം പറഞ്ഞു.
ഈ 10 കാര്യങ്ങളിൽ മുസ്ലിംകൾ കക്ഷികളായ ഒരു കേസ് കോടതിയിലെത്തിയാൽ ഇസ്ലാമിക ശരീഅത്ത് റൂളാണ് വിധിക്ക് ഉപയോഗിക്കുക. ഈ ഒരൊറ്റ നിയമമേ പ്രസക്തമായിട്ടുള്ളൂ. ആകെ 6 വകുപ്പുകളാണ് 937 ഈ ആക്ടിനുള്ളത്. 6 വകുപ്പിൽ ഒന്നാമത്തത് അതിന്റെ പേരാണ്, രണ്ടാമത്തേത് ഞാൻ പറഞ്ഞതാണ്, മൂന്നാമത്തത് ഇത് ആർക്കൊക്കെ വാദനമാണ് എന്നുള്ളതാണ്, നാലാമത്തത് ഇത് നടപ്പിൽ വെക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് എത്രത്തോളം അധികാരമുണ്ട് എന്നുള്ളതാണ്. 5ഉം 6ഉം നിലവിലില്ലാതെ മുമ്പുണ്ടായിരുന്ന നിയമങ്ങൾ റദ്ദാക്കാനുള്ളതാണ്. ചുരുക്കത്തിൽ ഒരൊറ്റ ആക്ടേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും ഈ വക്കീലന്മാരൊക്കെ ഒന്ന് പ്രസംഗിക്കണേട്ടാ, അവരൊക്കെ നിയമവും പുസ്തകമൊക്കെ കലക്കി കുടിച്ചിങ്ങനെ വരികയല്ലേ. ഇപ്പൊ മലയാളത്തിലുണ്ട് നിയമം, വായിച്ച ആർക്കും മനസ്സിലാവും. ആകെ 937 ആക്ടിന് പ്രസക്തമായിട്ട് ഒരൊറ്റ വകുപ്പേ ഉള്ളൂ. അത് ഈ 10 കാര്യങ്ങളിൽ മുസ്ലിംകൾ കക്ഷികളായിട്ടുള്ള നിയമത്തിന് ഇസ്ലാമിന്റെ വിധി ആയിട്ടാണ്. ഇസ്ലാമിക്കിന്റെ വിധിക്ക് എന്താ ആധാരം? ഇസ്ലാമിന്റെ വിധി വേറെ എഴുതിയിട്ടുണ്ടല്ല, ആധാരം വെച്ചോ. 1872 വാറൻ ഹോസ്റ്റിംഗ് പറഞ്ഞു, മുസ്ലിംകളുടെ കേസുകളിൽ വിധി പ്രസ്താവിക്കുന്നതിന് ഖുർആനും ഹിന്ദുക്കളുടേതിന് ശാസ്ത്രവുമാണ് ജ്ഞാനം. 1872 മുതൽക്ക് ഖുർആൻ ആസ്പദമായാണ് ഇസ്ലാമിക ശരീഅത്ത് നിയമം കൊണ്ടുനടക്കുന്നത്. ആർക്കാ എതിർക്കുക? സാഹിബ് യഥാർത്ഥ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാൻ പറയുമ്പോൾ വാറൻ ഹോസ്റ്റിംഗ് പറഞ്ഞിടത്തിന് ഞാൻ എത്തുന്നത് 1872 വാറൻ ഹോസ്റ്റിംഗ് പറഞ്ഞത് ബ്രിട്ടീഷുകാരനായിരുന്നു. അയാൾ പറഞ്ഞത് മുസ്ലിംകളുടെ നിയമത്തിന് ഈ ഖുർആനാണ് അടിസ്ഥാന, ഹിന്ദുക്കളുടെ ശാസ്ത്രവും. ഈ 1872 വാറൻ ഹോസ്റ്റിംഗിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നീട് ഒരു പ്രിവി കൗൺസിലിനൊരു വിശദീകരണം വരെയുണ്ടായി. പ്രിവി കൗൺസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുമ്പ് ഇന്നത്തെ നമ്മുടെ സുപ്രീം കോടതിയുടെ പതിവുണ്ടായിരുന്നത് പ്രിവി കൗൺസിലാണ്. അത് ലണ്ടൻ ആസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ജസ്റ്റിസ് അമീർ അലി ഒരു കേസിൽ വിധി പ്രസ്താവിച്ചതിനെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോൾ അന്നത്തെ സുപ്രീം കോടതിയായിരുന്ന പ്രിവി കൗൺസിൽ ഇന്ത്യൻ ജഡ്ജിമാരോട് പറഞ്ഞു, ആധുനിക വ്യാഖ്യാനങ്ങൾ എത്ര തന്നെ ഹൃദ്യമായി തോന്നിയാലും ഖുർആനിന് പൗരാണിക പണ്ഡിതന്മാർ പറഞ്ഞ വ്യാഖ്യാനമേ കോടതികൾ സ്വീകരിക്കാവൂ. എന്ത് വേണം മുസ്ലിങ്ങൾക്ക്? ഇന്ത്യൻ ശരീഅത്ത് ആക്ട് കുറ്റമറ്റതാണെന്ന് ഞാൻ പറയുന്നത്. ചിലരൊക്കെ അവിടെ പറയല് ഇത് ശരീഅത്ത് ആക്ട് കുറച്ചൊക്കെ കുഴപ്പമുണ്ട്, അത് നമുക്ക് പിന്നെ അനങ്ങാൻ പാടില്ലെന്നാ ഞാൻ പറയുമ്പോ നിതാന്ത ജാഗ്രതയോടുകൂടി കാവലിരിക്കണം ഈ ഇന്ത്യൻ ശരീഅത്ത് ആക്ടിന്. മുസ്ലിങ്ങൾ ബാങ്ക് ചെക്കിന് ഒപ്പിട്ട് തന്നിരിക്കുകയാണ് ഗവൺമെന്റ്. അതിന് സംഖ്യ പോരാന്ന് പറഞ്ഞ് സർക്കിട്ട് നിൽക്കുന്നവരൊക്കെയാണ് അമുക്കാരാ സംഖ്യ ദിവസത്തില്ല ബാങ്ക് ചെക്കിന് ഒപ്പിട്ട് തന്നിക്കുക. ഇസ്ലാമിക ഈ 11 കാര്യത്തിൽ തർക്കമില്ല. മാറ്റം വെക്കുകയാണെങ്കിൽ ഈ 11 കാര്യത്തിന്റെ കൂടെ ബാക്കി എല്ലാ ഇസ്ലാമിക കാര്യങ്ങളിലും എന്നൊരു മാറ്റം വെക്കുകയാണെങ്കിൽ മുസ്ലിംകൾക്ക് സ്വാഗതം ചെയ്യാം. മറ്റിപ്പോ ഉള്ളതിന് ഒരു മാറ്റം വെക്കുന്നില്ല. ഈ 11 കാര്യങ്ങളിൽ ഇസ്ലാമിക റൂളുകൾ അനുസരിച്ചാണ്, ഇസ്ലാമിക ശരീഅത്തിന്റെ റൂളുകളാണ് വിധിക്ക് ഉപയോഗിക്കാനാണ്. ആ വിധിക്ക് ഉപയോഗിക്കുന്നതിന് എന്താ തെളിവായി സ്വീകരിക്കുക? അത് 1872 തന്നെ വാറൻ ഹോസ്റ്റിംഗ് അഡ്വൻസ് ആയി പറഞ്ഞു ഖുർആൻ അനുസരിച്ചാണ്. എന്നാൽ ഖുർആന് തോന്നിയാതെ അർത്ഥം വെക്കാൻ പാടില്ല എന്ന് പ്രിവി കൗൺസിൽ പിന്നീട് നിർദ്ദേശിക്കുകയുണ്ടായി. പൗരാണിക പണ്ഡിതന്മാരുടെ നിർദ്ദേശത്തിനനുസൃതമായി മാത്രമേ ഖുർആന് വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ എന്ന്. പൗരാണിക പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യാഖ്യാനം എന്തായിരുന്നാലും സ്വീകരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ഇപ്പത് എല്ലാം ചോദിക്കുന്നത്, അവന്റെ മൗലവി നിങ്ങൾ പറഞ്ഞ കുറച്ച് ഏറിയോ, നിങ്ങൾ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ നിർത്തണമെന്നാളായിരുന്നു. അങ്ങനെ ഞാനിപ്പോ ഈ സംഗതി എന്ത് ചെയ്യും പറയില്ല എന്താട്ട്. അപ്പോ ഇവിടെ കാണുന്നതോ മാതൃഭൂമിയിൽ നിന്നാണ് ഒരു ലേഖനം കണ്ട് എനിക്ക് കരച്ചിലും വന്ന് ശിക്ഷയും വന്നു. കാരണം മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞ പത്രം ഒരു നിലവാരമുള്ള പത്രമാണല്ലോ. അതിനൊരു ലേഖനം പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സത്യസന്ധതയെ സംബന്ധിച്ചും ആധികാരികതയെ സംബന്ധിച്ചൊക്കെ കൂലങ്കഷമായി ഒരു ആലോചന നടത്തിയിട്ട് എന്തെങ്കിലും ഒരു മൂല്യമുള്ളതൊക്കെയാണ് പണ്ട് പ്രസിദ്ധീകരിക്കല്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ മുസ്ലിങ്ങൾക്ക് വിരുദ്ധമാണോ എന്നാ എന്തും പ്രസിദ്ധീകരിക്കുന്നതാണ്. എന്നിട്ട് ആ ലേഖനത്തിൽ പറയാണ് ഇന്ത്യൻ ശരീഅത്ത് 279 വകുപ്പിൽ ഇങ്ങനെ പറയുന്നു, ഇന്ത്യൻ ശരീഅത്ത് 392 വകുപ്പിൽ ഇങ്ങനെ പറയുന്നു, മുസ്ലിം ശരീഅത്ത് 1900 വകുപ്പിൽ ഇങ്ങനെ പറയുന്നു. ആകെ 6 വകുപ്പ് മാത്രമുള്ള ഒരു ആക്ടിന് എവിടുന്നേ 297 1900 ഒക്കെ വരുന്നത്. അപ്പൊ എന്താ ചെയ്യണോ? ഓരോരുത്തരും ഓരോ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് റൂൾ അനുസരിച്ചാ വിധിക്കുക എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ശരീഅത്ത് ഇന്നേതാണെന്ന് കോടതിയിൽ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ജഡ്ജിമാർക്ക് അറിയില്ലോ. ആ സന്ദർഭത്തിൽ പുസ്തകം എഴുതി വിറ്റ് കാശാക്കുന്ന കുറെ ആൾക്കാരുണ്ട്.
ഇപ്പൊ ശരീഅത്ത് വന്നപ്പോ എത്ര ആളാ ഇപ്പൊ ശരീഅത്തിനെ പറ്റി പുസ്തകം എഴുതി? കണ്ട അണ്ടനും അടകോടനും. ശരിയും ശരീഅത്തും തമ്മിലുള്ള വ്യത്യാസം കൂടാത്തവരും കൂടി പുസ്തകം എഴുതി. മാതൃഭൂമിയുടെ ഒരു വനിതാ ഭാഷയുണ്ട്, ഗൃഹലക്ഷ്മി. ആ ഗൃഹലക്ഷ്മിയുടെ ഒരു ദിവസം ലേഖനം. ഇപ്പോ ആരും ശരീഅത്തിനെ പറ്റി ലേഖനം എഴുതിയിട്ടില്ലെങ്കിൽ ജീവിക്കാൻ അറിയാതില്ല എന്നുള്ളോട്ട് അതുക്കളെ. ഒരു ലളിതാംബിക എന്ന് പറഞ്ഞൊരു സ്ത്രീ ഒരു ലേഖനം, അത് ശരീഅത്തിനെ പറ്റി തന്നെ. 37 മാത്രം എഴുതാണ്ട് തന്നി. എന്താ അറിയിച്ചോ? ശരി, ലോകത്ത് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗം മുസ്ലിം സ്ത്രീകളാണ് എന്ന കാര്യം നിഷ്പക്ഷമതികളായ മുസ്ലിംകൾ തന്നെ സമ്മതിക്കും. എങ്ങനെ പോരെ പൂരം? ഇനി വല്ല സംശയമുണ്ടോ? 37 പറഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗം മുസ്ലിം സ്ത്രീകളാണത്രേ. അത് മുസ്ലിം നിഷ്പക്ഷമതികളെന്ന് സമ്മതിക്കും. എനിക്കൊരു സമുദായത്തെയും കുറ്റം പറയേണ്ട ഒരു ബാധ്യതയില്ല. ബാധ്യതയല്ല, അരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ രാജ്യത്ത് 70 കോടി ജനങ്ങൾ സഹോദരങ്ങളായി ജീവിക്കുന്നതിൽ അങ്ങേയറ്റം ആത്മസംതൃപ്തി അനുഭവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. പക്ഷെ ഞാനിത് പറയട്ടെ, മുസ്ലിം സ്ത്രീകളുടെ പീഡനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ പത്രം വായിക്കുന്നില്ലേ? പത്രം വായിക്കാറില്ലേ? സ്ത്രീധന ഹത്യ. ഒരു ദിവസം തന്നെങ്കിലും സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട വാർത്തയല്ലാത്ത ഒരു പത്രം വായിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക്? വധുഹത്യ, സ്ത്രീധന ഹത്യ, അതിനോട് എഴുതിയൊക്കെ. എന്നിട്ട് എത്ര മുസ്ലിം പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു നോക്കി സ്ത്രീധനത്തിന്റെ പേരിൽ? മരുന്ന് കൂട്ടാവുന്നില്ല. പീഡനം ഏറ്റവും കുറഞ്ഞ ആളുകളാണ് മുസ്ലിം സ്ത്രീകളെന്ന് ഞാൻ വാദിച്ചാൽ അല്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. പക്ഷേ ഞാൻ മുസ്ലിം സമുദായത്തിന്റെയും അമുസ്ലിം സമുദായത്തിന്റെയും അടുത്ത് താരതമ്യം പഠനം നടത്തി ഏതെങ്കിലും ഒരു വിഭാഗത്തെ തരം താഴ്ത്തിക്കെട്ടുകയോ ചെയ്തതിന്റെ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് ലളിതാംബികയോട് ഞാൻ അധപ്പതിക്കുന്നില്ല എന്ന് മാത്രം. അത് പറയുന്നത്. എന്നിട്ട് 37 പറഞ്ഞിട്ട് ഈ ശരീഅത്ത് ഖുർആൻ ദൈവത്തിൻ്റെതാണ്, അതിന് നമുക്കെതിരില്ല. പക്ഷേ ഈ ശരീഅത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മാത്രമല്ല, നബിൻ്റെതും ഉണ്ടായിന്. അപ്പോ അതിന് കുഴപ്പം വരാനാണ്. ദൈവത്തിന്റെ മാത്രമാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, നബിൻ്റെവും കൂടി ഉണ്ടാവുമ്പോൾ കുഴപ്പം വരാം. എന്താണ് കാരണം എന്ന് വെച്ചാൽ, അക്ഷാൽ സൃഷ്ടാവ് ദൈവമാണല്ലോ. അദ്ദേഹം സൃഷ്ടി നടത്തിയിരിക്കുന്നു, അതിന് കുഴപ്പങ്ങളില്ല, ന്യൂനതയില്ല, പെർഫെക്റ്റാണ്, പൂർണ്ണമാണ്. എന്നാൽ മുഹമ്മദ് നബി ഒരു വസ്തുവിനെ പഠിച്ചു. ഈ പെണ്ണ് എഴുതുക. മുഹമ്മദ് നബി ഒരു സാധനം പഠിച്ചു, അതാണ് കശുമാങ്ങ. അങ്ങനെ നബി കശുമാങ്ങ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഇതിന്റെ ഉള്ളിൽ വിത്ത് സൃഷ്ടിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അദ്ദേഹം വിത്ത് സൃഷ്ടിക്കുകയും അതിന്റെ പുറത്ത് തന്നെ ഫിറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് സൃഷ്ടിയിലെ ഒരു വൈകല്യമാണ്. ഈ വൈകല്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ നബി സൃഷ്ടിച്ചത് കൊണ്ടാണ് സംഭവിച്ചത്. അതുപോലെയാണ് ശരീഅത്ത്. ദൈവത്തിന്റെ നിയമങ്ങൾ മാത്രമാണ് ഈ വൈകല്യം ഉണ്ടാവില്ല. ഇത് നബിന്റെ നിർദ്ദേശങ്ങളും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ശരീഅത്ത് എന്നതുകൊണ്ട് അതിൽ പോരായ്മകൾ ഉണ്ടാകാം. അത് തിരുത്തണമെന്നേ പറയുന്നുള്ളൂ. ഇത് വേറൊരു കയ്യിൽ പോണോ? എന്തൊരു ആധികാരികത! നിങ്ങൾ നോക്കി, ഇസ്ലാമിക ശരീഅത്തിനെ വിമർശിക്കുന്ന കോലാണ്. മുഹമ്മദ് നബിയാണ് പറക്കാന്ന് പഠിച്ചത്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ പറക്കാൻ മറന്നിട്ട് പുറത്ത് പഠിച്ചു വെച്ചു. അതുകൊണ്ട് ശരീഅത്തിൽ തെറ്റുണ്ട്. എങ്ങനെയുണ്ട്? ഈ രീതിയിലുള്ള ഓരോരുത്തൻ എന്ത് എഴുതിയാലും മുഴുവൻ അച്ചു നിരത്തി ഇങ്ങോട്ട് വിടാൻ മാതൃഭൂമിയെ പോലുള്ള ഉന്നത നിലവാരം പുലർത്തും ദേശീയ പത്രത്തിന് മടി തോന്നുന്നില്ല എന്നത് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗരൂകരായിരിക്കണം എന്നതിന് തെളിവാണ്. നമ്മൾ വെറുതെ ഇരുന്നാൽ പറ്റില്ല, ഉറങ്ങിക്കിടന്നാൻ പറ്റില്ല. എന്നിട്ട് അതിന് പറയാണ്, ഒരു മുസ്ലിമിന്റെ പേര് വെച്ചിട്ട് എഴുതി, അയാൾ പറയുന്നത് ഇന്ത്യൻ ശരീഅത്തിൽ ഇത്ര നമ്പർ ഇന്ന പോലെയാണ്. ഒന്നാമത്തെ തെറ്റ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം വിവാഹ നിയമം ഒരു സിവിൽ കോൺട്രാക്റ്റാണ് എന്ന് മുള്ള പറഞ്ഞിരിക്കുന്നതാണ്. ഈ മുള്ള തയ്യബ്ജി മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഈ ശരീഅത്ത് പുസ്തകം എഴുതിയ മാതിരി കോടതികൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി അറബി അറിയാവുന്ന മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും പല മദ്ഹബിലെ ഗ്രന്ഥങ്ങളും പകർത്തിച്ച് കൈകൊട്ടായിട്ട് നോയിക്കോളെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി തന്നെ അതിന്റെ 13ാം ഖണ്ഡികയിൽ ഈ പുസ്തകങ്ങൾ വിമർശിച്ചത്, പുസ്തകത്തെ പരാമർശിച്ചത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്, പാഠപുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. ഇസ്ലാമിന്റെ പാഠപുസ്തകങ്ങൾ നോക്കി അത് വിമർശിച്ചിട്ടുണ്ട്. അത് നിയമമല്ല, നിയമപ്രാബല്യമല്ല.
നിങ്ങൾ 13-ാം ഖണ്ഡിക വായിച്ചു നോക്ക്. മുള്ളയുടെ ഈ പാഠപുസ്തകം, ചില പാഠപുസ്തകങ്ങളിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് മുള്ളനെ ഉദ്ധരിച്ചിട്ടുണ്ട്, തെയ്യച്ചിനെ ഉദ്ധരിച്ചിട്ടുണ്ട്, ബെയിലിയെ ഉദ്ധരിച്ചിട്ടുണ്ട്, വേറെ പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരെ വിമർശിച്ചിട്ടുണ്ട്. നിയമമല്ലാത്തർത്ഥം. അപ്പൊ ഈ പാഠപുസ്തകങ്ങളൊക്കെ നോക്കിയിട്ട് അതാണ് ഇസ്ലാമിക നിയമം എന്ന് എഴുതിയിട്ട് കാര്യമില്ല. അതിൽ വന്നിട്ട് പറയാണ് വലിയ തെറ്റ്. ഇസ്ലാമിനത് സിവിൽ കോൺട്രാക്റ്റാണ് വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ കരാർ, സിവിൽ കരാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പവിത്രമല്ല എന്നാണ് അതിന്റെ ഫലം. സിവിൽ കോൺട്രാക്റ്റാണ് വിവാഹം. മുസ്ലിമും സ്ത്രീയും പുരുഷനും തമ്മിൽ നടത്തുന്ന വിവാഹം പവിത്രമല്ല എന്നാണ് ഇന്ത്യൻ ശരീഅത്തിന്റെ ദോഷം. ഇസ്ലാമിക ശരീഅത്തിലെ പവിത്രമാണ്. യഥാർത്ഥത്തിൽ പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അത് കള്ളത്തരവും വഞ്ചനയും ആണെന്ന് നമ്മൾ ശീലിച്ചോണ്ടാണ്. ഇസ്ലാമിന് സിവിൽ കോൺട്രാക്റ്റും പവിത്രമാണ്. ഏതൊരു തരവും കരാറും പവിത്രമാണ്. വിവാഹത്തിന്റെ കരാറും അതുകൊണ്ട് തന്നെ പവിത്രമാണ്. ഇത് എഴുതിയ ആളുകൾക്ക് മറ്റേ ഈ റോഡ് പണി കരാറിട്ട് ശീലമുണ്ട്. റോഡ് പണി കരാറിട്ടിട്ട് സത്യസന്ധവും പവിത്രമാണെന്ന് പറഞ്ഞാൽ കുടിയിൽ കുട്ടികൾക്ക് അരിവാനം കഞ്ഞിക്കാലം അടുപ്പത്ത് വെക്കേണ്ടി വരില്ല. അപ്പൊ അതുപോലത്തെ കരാറാന്ന് വിചാരിച്ചിട്ടാ, PWD കരാറാന്ന് വിചാരിച്ചിട്ടാണ് സിവിൽ കോൺട്രാക്ട് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിലെ സിവിൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പവിത്രമാണ്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള കോൺട്രാക്ട് എന്ന് പറഞ്ഞുകൊണ്ട് പവിത്രതക്കൊന്നും കുറവില്ല. ഇസ്ലാമിലെ ശരീഅത്തും ഇന്ത്യൻ ശരീഅത്തും ഒന്ന് തന്നെയാണ്. അപ്പോ ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞാൽ മാറ്റാനേ പറ്റില്ല, മാറ്റേണ്ട ആവശ്യമില്ല. ഖുർആൻ അനുസരിച്ച്, ഖുർആന് പൗരാണിക പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനം അനുസരിച്ച് അത് രേഖയാക്കിക്കൊണ്ട് ഇസ്ലാമിക റൂൾ അനുസരിച്ച് വിധിക്കണം എന്നാണ് ഈ ശരീഅത്ത് ആക്ട്. അതിന് നമുക്ക് യാതൊരു എതിരില്ല. അത് അങ്ങനെ നടക്കും വേണം. ഇത് വരുമ്പോ ആ മുസ്ലിങ്ങൾക്ക് എന്താ ദോഷം? എന്താണ് അവർക്ക് ദോഷം? ക്രിസ്ത്യാനികൾക്ക് ഇതിനുള്ള ദോഷം എന്താ? അവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യവും മുസ്ലിങ്ങളുടെ ഈ ആനുകൂല്യം കൊണ്ട് തട്ടിപ്പോകുന്നില്ല. ഹിന്ദുക്കൾക്ക് കിട്ടുന്ന യാതൊരു ആനുകൂല്യവും മുസ്ലിങ്ങളുടെ ഈ ആനുകൂല്യം കൊണ്ട് തട്ടിപ്പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഇത് ഏക സിവിൽ കോഡ് ആക്കണം, ഇത് ഒഴിവാക്കണം എന്ന് പറയുന്നത്? ഏക സിവിൽ കോഡ് ആക്കേണ്ടതാകുന്നു എന്ന് കോടതി പറഞ്ഞിട്ട് അതിന് തെളിവായി എന്തൊക്കെ ഉദ്ധരിച്ചു എന്നാണ് വിചാരിക്കുക. ആ വിധിന്യായം ഒന്ന് വായിക്കേണ്ടതിനാൽ പറയുന്നതിനോ ഈ ഡോക്ടർ താഹിർ മഹമ്മൂദ് പറഞ്ഞ ആള് ഏതോ ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ചപ്പോ മുസ്ലിങ്ങളെ ഉത്ബോധിപ്പിച്ചുപോൽ മുസ്ലിങ്ങൾ മറ്റ് സമുദായങ്ങളോടും ഗവൺമെന്റിനോടും പറയേണ്ടത് ഇസ്ലാമിക നിയമത്തിന് അനുസൃതമായി എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു നിയമം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കേണ്ടതാണ്. ഇസ്ലാമിക നിയമം നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയണമെന്ന് ഏതോ ഒരു പണ്ഡിതൻ പ്രസംഗിച്ചു. അതാണ് ഏക സിവിൽ കോഡ് തെളിവായി സ്വീകരിച്ച്. ഇവിടെ ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് അതിന് എതിരുണ്ടോ? അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവിടെ എല്ലാവരും കൂടി ഇസ്ലാമിക നിയമം അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും. പക്ഷെ അത് വേണം നമുക്ക് പറയാൻ പാടുണ്ടോ? ഹിന്ദുക്കളോട് മുസ്ലിം നിയമം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? ക്രിസ്ത്യാനികളോട് മുസ്ലിം നിയമം അനുസരിച്ച് ജീവിക്കുന്നു പറയാൻ പറ്റുമോ? മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ നിയമം അനുസരിച്ച് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് അപാകത കണ്ടെത്താനുള്ള ശ്രമമാണ്. അപാകത മുസ്ലിങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇടക്കിടക്ക് സോക്കണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, 1963 ഇന്ത്യൻ പാർലമെന്റിന് ഏകദേശം ഏക സിവിൽ കോഡിന് വേണ്ടിയുള്ള ഒരു ശ്രമം ആരംഭിച്ചു. ശ്രമം ആരംഭിച്ചപ്പോ അവസാന നിമിഷത്തിൽ അന്ന് പ്രസിഡന്റായിരുന്ന ഡോക്ടർ സാക്കിർ ഹുസൈൻ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞായിരുന്നു, ഈ ഏക സിവിൽ കോഡിന് വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തുകയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ദൂരവ്യാപകമായ ദുഷ്ഫലം ഉണ്ടാകും, അതുകൊണ്ട് അത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി. ബുദ്ധിയുണ്ടായിരുന്ന കോൺഗ്രസ്സുകാർ അതാ ചെയ്ത് അവിടെ നിർത്തി. പക്ഷേ എല്ലാവർക്കും ബുദ്ധി പൊതിഞ്ഞു കൊടുക്കാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലോ KPCCയിലോ ഒരു വകുപ്പില്ല. ഈ കേരളത്തിൽ മാത്രം ഒരു തർക്കം. വടക്കേ ഇന്ത്യയിൽ പോയി നോക്കി. വടക്കേ ഇന്ത്യയിൽ ആർക്കും എതിരില്ല. വടക്കേ ഇന്ത്യയിൽ മാർക്സിസ്റ്റുകാർക്കെതിരുണ്ടോ? ഇല്ല. ആകെ ഇന്ത്യൻ പാർലമെന്റിൽ ഇത് ചർച്ചയ്ക്ക് വന്നപ്പോ കേരളത്തിൽ വന്ന സുരേഷ് കുറുപ്പ് മാത്രമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ശരീഅത്ത് നിയമത്തെ എതിർത്ത് പ്രസംഗിച്ചത്. അത് കേരളത്തിൽ തന്നെ അതിന്റെ ഓരി. വടക്കേ ഇന്ത്യയിലുള്ള കോൺഗ്രസ് എംപിമാർ 19 ആള് നജ്മ ഹിബത്തുള്ളയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടു. നജ്മ ഹിബത്തുള്ള എന്ന് പറഞ്ഞാൽ ഡോക്ടർ സാക്കിർ ഹുസൈന്റെ മുലാസാഹിബിന്റെ പേരക്കുട്ടിയാണ്. നജ്മ ഹിബത്തുള്ള ചില്ലറ കോൺഗ്രസ്സുകാരിയല്ല, പെണ്ണാണ് നിങ്ങൾക്കറിയാലോ. ചെലവിന് അഥവാ കിട്ടുകയാണെങ്കിൽ കിട്ടേണ്ട ജാതി ആളാ. അവര് പോയിട്ട് ഇത് കൊടുത്തു. അവര് രാജ്യസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാട്ടോ, ഡെപ്യൂട്ടി ചെയർമാൻ.
രാജ്യസഭയുടെ ഇന്ത്യ രാജ്യത്തെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ പ്രഗത്ഭമതിയായ ഡോക്ടർ നജ്മ ഹിബത്തുള്ള അടക്കം കോൺഗ്രസിന്റെ 19 എംപിമാർ. അതിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലെ പ്രശ്നം ചർച്ചയ്ക്ക് വന്നപ്പോ ബനാത്ത് വാലയുടെ ബില്ലിന്റെ ചർച്ചാവേളയിൽ കോൺഗ്രസുകാരിൽ നിന്ന് ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രി ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമാണ് ആ ബില്ലിനെ എതിർത്ത് സംസാരിച്ചത്. അദ്ദേഹം പോലും ഏകസുഖിൽ പോലും നടപ്പിൽ വെക്കാൻ പറ്റില്ല എന്നും സുപ്രീം കോടതി ജഡ്ജിമാര് അനാവശ്യമായ പല പരാമർശങ്ങളും മുസ്ലിംകൾക്കെതിരിൽ നടത്തിയിട്ടുണ്ട്, അത് നന്നായില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ചുരുക്കത്തിൽ സർവ മനുഷ്യരും കേരളത്തിൽ ഒരു അപകടത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെന്നപ്പെട്ടത്. അവർക്ക് തന്നെയും ഉള്ളിൽ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഒന്ന് പിടിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, പുലിവാല് പിടിച്ച കഥ കേട്ടില്ലകൾ. രാത്രി ചോറ് വെച്ചിട്ട് ഇങ്ങനെ ചാരസേനയിൽ കയറി കുത്തിരിക്കുകയാണ്, ഇങ്ങനെ വിശ്രമിക്കാൻ ഒരു നായർ. അപ്പോൾ ഒരു പൂക്ക് ചെറുങ്ങനെ ഇങ്ങനെ ഒരു പൂക്ക് കേട്ട്, എന്താ ഇപ്പൊ ഒരു പൂക്ക്? മൂപ്പരിങ്ങനെ ഇറങ്ങി ചെന്ന് നോക്കുമ്പോ ഒരു നേരിയ മയ്യലില് ഒരു മരത്തിന്റെ ചോട്ടിൽ ഒരു ആള് രൂപം. അപ്പൊ നായരോട് പറഞ്ഞു, നായരെ നിങ്ങൾ വന്നത് നന്നായി, ഞാനിങ്ങനെ മൂത്രസംഖ്യ അയച്ച് നിൽക്കാൻ നിങ്ങൾ തൊണ്ണൂറ് പിടിച്ചാണ് എപ്പോഴും വരാം. അപ്പൊ വിചാരിച്ചു ഏതായിരുന്നാലും ഒരാൾ ബുദ്ധിമുട്ടിയല്ലേ, എന്താ സാധനം നോക്കാതെ അതിനെ പിടിച്ചു. മറ്റേ ആള് കഴിച്ചില്ലായി. കുറെ കഴിഞ്ഞപ്പോ മൂത്രം ഒഴിച്ച് വരാനൊക്കെ നേരായപ്പോ കാണാനല്ലേ ഇയാളെ. അന്വേഷിച്ച് നോക്കുമ്പോ ആള് സ്ഥലം വിട്ട് മൂപ്പർക്ക് ഉറപ്പായി. അപ്പോഴത്തേന് ഈ നാട്ടുവെളിച്ചെങ്ങനെ വെളിച്ചത്തിൽ നിന്ന് വന്ന മങ്ങല് തീർന്നിങ്ങനെ നോക്കുമ്പോ സംഗതി എന്താന്ന് ചോദിച്ചാൽ മൂപ്പര് പിടിച്ചോണ്ടിരിക്കുന്ന ഒരു പുലിന്റെ വാലുമല. പുലി ഒരു മരത്തിന് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നിൽക്കുകയാണ്. വാലുമെന്ന് വിട്ടാ കടിക്കും, യാതൊരു നിവൃത്തിയില്ല. ഈ കോലത്തിലാണ് ആയത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആദ്യം അത്ര വിചാരിച്ചതല്ല. ഈ കോടതി വിധി വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈ രാഷ്ട്രീയമായ ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തുടങ്ങിയതാണ്. പിന്നെ അതൊരു ബാധ്യതയായി. ഇപ്പൊ ബാധ്യതയെന്ന് ഒഴിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പൊ ശരിയായ അത്താണി കിട്ടി. ശരീരത്തിന് പ്രചാരണം നടത്താൻ ശരിയായ ആശാനപ്പ് കിട്ടിക്കുന്നത്. മൂപ്പരത്ത് ശരീരത്ത് കൊടുത്താൽ ഇവർക്ക് ഒഴിവാഹം ചെയ്യും. ഞാൻ സംരക്ഷിക്കേണ്ട പണി ഇനി ആർക്കും ഉണ്ടാവില്ല. അപ്പോ വേറുള്ള ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങളൊക്കെ ഇപ്പോ കോൺഗ്രസിന്റെ പശ്ചിമ ബംഗാളിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഗവൺമെന്റിനോട് ഇന്ത്യ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുള്ളത് ഈ സർവനാശത്തിനും കാരണം CRPC 125 127 അത് നമുക്ക് വേണ്ട, പോണാട്ട് പോട്ടെ. CRPC 125 127 എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നേരിട്ട് പരിഹരിക്കാനാണ്. അപ്പോ ഇതിന് പിന്നെ വേറൊന്ന് പറഞ്ഞോ, ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതി പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയിൽ 44 വകുപ്പ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഈ ഭരണഘടനയിൽ 44 വകുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് 4ാം ഭാഗം. ഈ 4ാം ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റിസബിൾ ആൻഡ് അൺജസ്റ്റിസബിൾ 2 തരം നിയമമുണ്ട്. ഒന്ന് കോടതി കയറിയിട്ട് വിധി വാങ്ങാൻ പറ്റുന്നതാണ് ജസ്റ്റിസബിൾ. അൺജസ്റ്റിസബിൾ എന്ന് പറഞ്ഞാൽ അതിനെതിരെ കോടതി കയറാൻ പറ്റില്ല. അതിൽപ്പെട്ട മധ്യനിലോ നിങ്ങൾ വിചാരിക്കും ഈ ഏകസിവിൽ കോഡ് നടപ്പിൽ വെക്കാൻ വേണ്ടി മാത്രമേ ഈ ഭരണഘടനയിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളതല്ല. ഇന്ത്യ രാജ്യത്ത് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഇന്ത്യ രാജ്യത്ത് മറ്റ് പൂർണ്ണമായ മദ്യനിരോധം ഏർപ്പെടുത്തണം എന്ന് അതിന് ഗവൺമെന്റ് ശ്രമിക്കണം എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. വേറെ 13 കാര്യമുണ്ട്. ഈ വകുപ്പിൽ 15 കാര്യങ്ങളുണ്ട്. 15 കാര്യവും ഗവൺമെന്റിനോട് പറഞ്ഞതാണ്. അത് മാത്രമല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 10 വർഷത്തിന്റെ ഉള്ളിൽ പ്രാഥമിക വിദ്യാഭ്യാസം മുഴുവനും ഇന്ത്യ രാജ്യത്തൊട്ടുക്ക് സൗജന്യമാക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. ഒന്നും നടപ്പിലൊന്നുമില്ല. ഇത് മാത്രം ആദ്യം തന്നെ മുസ്ലിങ്ങളുടെ താണ്ട് ഇത്തനാക്കൽ മാത്രം ഇത് ആദ്യം നടപ്പിൽ വെക്കുന്നുണ്ടാ. എവിടെ മദ്യനിരോധത്തെ? മദ്യനിരോധത്തിന്റെ കഥ എന്താ? മദ്യനിരോധം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ നടപ്പിൽ വരുത്തുന്ന മഹാത്മാഗാന്ധി അടക്കം ഇവിടെ എല്ലാവരും പ്രസ്താവിച്ചതാണ്. ഇവിടെ കേളപ്പനും അതുപോലെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും മദ്യഷാപ്പ് പിക്കറ്റ് ചെയ്തിട്ട് അതിന്റെ പേരിൽ മലം കലക്കി അവരുടെ തലയിൽ ഒഴിച്ചിട്ടുണ്ട്. അത്രക്ക് ത്യാഗം തയ്ച്ച് മദ്യനിരോധത്തിനെതിരെ സമരം ചെയ്ത ആളുകളാ. ഭരണം കിട്ടിയിട്ട് എന്തുണ്ടായി? അത് നിലനിർത്താൻ കഴിഞ്ഞോ? ഇവിടെ കുറച്ചു കാലത്ത് മദ്യനിരോധം ഉണ്ടായിരുന്നു. അതും കൂടി എടുത്തു കളഞ്ഞ് എല്ലായിടത്തും ഹലാലാക്കുക. അതൊന്നും നടപ്പിൽ വെച്ചിട്ട് പോരെ. സത്യത്തിൽ
ഈ മുസ്ലിം ശരീഅത്ത് നിയമം കൊണ്ട് ഏറിക്കവിഞ്ഞാലുണ്ട് എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് പീഡനം ഉണ്ട് എന്നാണ് ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മുസ്ലിം സ്ത്രീ ഇവിടെ പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ ആലോചിക്കും, പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ ഇവിടെ ഭർത്താവ് ഇവിടെ കൈയൊഴിക്കണം. ഒരു സ്ത്രീയും ഭർത്താവ് കൈയൊഴിക്കണം എന്ന് വിചാരിക്കുന്നില്ലല്ലോ. അങ്ങനെ അബദ്ധത്തിൽ ഭർത്താവിനാൽ കൈയൊഴിക്കപ്പെടുന്ന സാമ്പത്തിക ശേഷിയില്ലാത്ത സ്ത്രീക്ക് പീഡനമുണ്ട് എന്ന് വിചാരിച്ചോളൂ, ഞാൻ സമ്മതിക്കാം. എന്നാൽ അതിൽ എത്രയോ ഏറെയല്ലേ കൂട്ടരെ ഈ മദ്യപാനികളുടെ ഭാര്യമാരുള്ള പീഡനം. എന്താ കഥ ഞങ്ങൾ വിചാരിച്ച്? ഞാൻ താമസിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഒന്നായിട്ട് താമസിക്കുന്ന ഒരു ഏരിയയിലാണ്. അവിടെ വൈകുന്നേരം വരെ എല്ലാവരും വളരെ സുഖാണ്, സ്ത്രീകൾക്കൊക്കെ സന്തോഷാണ്. എന്നാൽ വൈകുന്നേരം ആയാൽ നമ്മളെ അയലോക്കത്ത് അവിടെ പഞ്ചവാദ്യം എന്ന് പറഞ്ഞ അടിയും പിടിയും മദ്ദളത്തിന്റെ ഹാലാ പെണ്ണുങ്ങൾക്ക് മൂക്കറ്റം കുടിച്ചു വന്നിട്ട് നേരം വെളുക്കുന്നത് വരെ അടി. പിന്നെ രാത്രി കിടന്നുറങ്ങാൻ പെണ്ണുങ്ങൾക്ക് കഴിയില്ല, ബഹളം തന്നെയാണ്. ഈ കള്ളുകുടിയന്മാരുടെ ഭാര്യമാർ അനുഭവിക്കുന്ന അത്ര പീഡനം എല്ലാ സമുദായത്തിലുള്ള പീഡനമല്ലേ? അത് എല്ലാവർക്കും കൂടി ഒന്ന് നിർത്തിച്ചൂടെ? പൂർണ്ണമായ മദ്യനിരോധനം നടപ്പിൽ വെച്ച എന്നാൽ സ്ത്രീകളൊക്കെ കഴിച്ചിട്ടായില്ലേ? ഇതിപ്പോഴുണ്ടായിരുന്നിടത്തും കൂടി അപകടം ക്ഷണിച്ചു വെച്ച് സഖാക്കൾ നമ്മളെ സ്നേഹിതന്മാരാ. അവർക്ക് ചെക്ക് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്തിട്ട് അവർക്ക് പിരിവ് വാങ്ങാൻ കഴിയുന്നുള്ളൊരു ഗുണയിലുണ്ട്. പക്ഷെ എത്ര പെണ്ണുങ്ങളായതിന്റെ പേര് തല്ലുള്ളത്? എത്ര കൊല്ലം കൊള്ളണത്? എത്ര തലമുറ കൊള്ളണം? ആ പീഡനം മാറ്റക്കൂടെ നമുക്ക് എല്ലാവർക്കും കൂടി? എന്നിട്ട് പോലെ മുസ്ലിം സ്ത്രീകളിൽ വിവാഹമോചനം നേടുന്ന സ്ത്രീകളിൽ, കഴിവില്ലാത്ത സ്ത്രീകളിൽ, അതിൽ തന്നെ നോക്കാനാളില്ലാത്ത സ്ത്രീകളിൽ 10,000-ലോ ലക്ഷത്തിലോ ഒരു പെണ്ണ് വഴിയാധാരമായി പോകുന്ന ആ പീഡനത്തിന്റെ നേർക്ക് ഇങ്ങനെ മുതലക്കണ്ണീർ ഒഴുക്കുന്ന നമുക്ക് നിത്യസംഭവമായി കാണുന്ന കള്ളുകുടിയന്മാരുടെ ഭാര്യമാരെ ഈ നിത്യപീഡനങ്ങളിൽ നിന്ന്, ദിവസേനയുള്ള അടിപിടിയിൽ നിന്ന്, ഈ മുക്കിപ്പിഴിച്ചിലും ധാരയിൽ നിന്ന് രക്ഷിക്കാനായി നമുക്കൊരു പ്രസ്ഥാനം ഉണ്ടായിക്കൂടെ? അതിനൊരു വെൽഫെയർ ഉണ്ടായിക്കോട്ടെ. മുസ്ലിം എന്നുള്ള പേരെടുത്ത് കഴിഞ്ഞാൽ നമ്മള് എല്ലാവർക്കും ഒരുപോലുള്ള ആളല്ലേ ഒരു വെൽഫെയർ ബോർഡ് ഉണ്ടാക്കി കള്ളുകുടിയന്മാരുടെ ഭാര്യമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെൽഫെയർ ബോർഡ് എല്ലാവർക്കും കൂടി നടക്കാലോ. എന്താണ് പറയുന്നത്? ഇവിടെ ചിലർ പറയലുണ്ടോ ഈ ചെലവിന് ഇതാണുള്ള പ്രശ്നം. ഞാൻ പറഞ്ഞ നെതുമത്തുൽ മുജാഹിദീൻ ഈ പ്രശ്നത്തിൽ ഒന്നാമതായി ഇറങ്ങിയത് മുസ്ലിങ്ങൾ 1200 കൊല്ലമെങ്കിലുമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിവിൽ നിയമമനുസരിച്ച്, ഇസ്ലാമിക സിവിൽ നിയമമനുസരിച്ച് കോടതിയിൽ നിന്ന് വിധി വാങ്ങാനുള്ള അവകാശം നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊരു കോടതി മുന്നറിയിപ്പ് നൽകുമ്പോൾ, ഭീഷണി ഉയർത്തുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ ഈ പ്രശ്നം ഞങ്ങൾ വെക്കുകയും എല്ലാവരും ഒത്തൊരുമിച്ച് ഗവൺമെന്റിന്റെ മുമ്പിൽ ഞങ്ങൾ ഇതിന് അനുകൂലമല്ല എന്ന് പറയുകയും ചെയ്യുന്നതിന് അർത്ഥമുണ്ട്. എന്തായാലും ഭരണഘടനാ ശില്പികൾ ഭരണഘടനയുടെ 44-ാം വകുപ്പ് അംഗീകരിച്ചപ്പോൾ അന്ന് മുസ്ലിംകളുടെ പ്രതിനിധിയായിരുന്ന സെയ്ദ് ഹുസൈനോ ഒരാളുടെ അയാള് പിന്നെ ഇവരോട് പറഞ്ഞു, മുസ്ലിം സമുദായം ഇത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല, മുസ്ലിം സമുദായം അനുകൂലിക്കുന്ന ഈ ആനുകൂല്യം എടുത്തു കളഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോ അന്ന് ഭരണഘടനാ ശില്പികളിൽ മുമ്പനായിരുന്ന ഡോക്ടർ അംബേദ്കർ അതേ സദസ്സിൽ വെച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉറപ്പു നൽകുകയുണ്ടായി, ഒരു കാലത്തും ബന്ധപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഒരിക്കലും ഏക സിവിൽ കോഡ് നടപ്പിൽ വരുത്താൻ ഈ സഭ ആഗ്രഹിക്കുന്നില്ല എന്ന്. ആ ഉറപ്പിലാണ് ഈ മുസ്ലിങ്ങൾ. അതിന് മുസ്ലിങ്ങൾ ഇതിന് അനുവദിക്കില്ല എന്ന് ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ആശയം ഉണ്ടാവുമ്പോ അതിനായി മീറ്റിംഗ് കൊണ്ട് ഉറപ്പുവയ്ക്കാൻ കൂടുതലായിട്ടല്ല, നിങ്ങളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നെയ്ച്ചോറും നെയ്പ്പച്ചനും തരാനുമില്ല. ഇത് ഇടക്ക് വിളിച്ചു വരുത്തില്ലോ. ഈ ശരീരത്ത് നിയമത്തിന് ഭീഷണി ഉണ്ടാകുമ്പോ കോൺഗ്രസ് ഇവിടുത്തെ ഗവൺമെന്റിനെ പിടിച്ചെടുക്കണമെങ്കിൽ മുസ്ലിംകളുടെ അഭിപ്രായം അവരറിയണം. അവർക്ക് പറയണം പാർലമെന്റിൽ നിവൃത്തിയില്ല, മുസ്ലിം സമുദായം അംഗീകരിച്ചിട്ടില്ല, മുസ്ലിം സമുദായം അംഗീകരിച്ചിട്ടില്ല എന്നൊരു സ്വപ്നം കണ്ടാൽ പോരാ, ഇവിടുന്നാണ് അറിവ് ചെല്ലെന്ന് വേണം. അതുകൊണ്ടാണ് കവലകൾ തോറും മീറ്റിംഗ് കൂടി ജനങ്ങൾ ഈ മുസ്ലിം സമുദായം ഏക സിവിൽ കോഡിന് അനുകൂലമല്ല, അത് സ്വീകാര്യമല്ല അവർക്ക് എന്നുള്ള കാര്യം ഗവൺമെന്റിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യോഗം ചേരുന്നത്. അല്ലാതെ ചേകനൂർ പലതും പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, കീഴ്വാരുട്ട ഒന്നുകൂടിയില്ലാന്ന് പറഞ്ഞു, അതിനു വേണ്ടിയിട്ട് യോഗം കൂടി ഉറപ്പുവയ്ക്കാൻ മാത്രം വില പറഞ്ഞതല്ല നമ്മളെ സമയം. അത് നമുക്ക് വേറെ നോക്കാം. ഇപ്പൊ നമ്മളും അയാളും തമ്മിൽ തർക്കം വെക്കുന്ന സമയമല്ല, മുസ്ലിംകൾ തമ്മിൽ തർക്കം ഇല്ലാതെ വെക്കുന്ന സമയമാണ്.
ഇവിടെ 12 കോടി മുസ്ലിങ്ങളുണ്ട്. 12 കോടി മുസ്ലിങ്ങൾക്ക് അഭിപ്രായം മാറ്റാൻ പാടില്ല എന്നാണ്. അതിൽ 12 ആളുണ്ടാവുമോ ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ 12 ആളുണ്ടാവും, ആ 12-ൽ ഒന്ന് അയാളും ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളെ കണക്ക് കൂട്ടിയില്ല, കുറുക്കം പറഞ്ഞില്ല, പണ്ട് ഉപകാരമില്ലാത്തതിന് ചത്തയും കൂട്ടി. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി ഗവൺമെന്റ് അറിയിക്കുന്ന ബാധ്യതകളുണ്ടാ, അല്ലെങ്കിൽ ഈ കാര്യത്തിന് ഇങ്ങനെ ഉറപ്പുവെച്ച് നടക്കുന്ന പ്രശ്നമില്ല. എത്ര വിലപ്പെട്ട നേരാത് ഇത്. നമുക്ക് ചെയ്യുന്ന സമയം ഈ സമയം കിടന്നു തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും അത് സാക്ഷ്യം വരില്ല. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഏതൊരു മനുഷ്യനും വികാര വായ്പോടുകൂടി രംഗത്തിറക്കേണ്ട സമയമാണ്. ആ പരസ്പരം തല്ലാനും കൊല്ലാനുമല്ല, ഗവൺമെന്റിനെ ശക്തമായി തങ്ങളുടെ വികാരം അറിയിക്കണം. എന്തെന്ന് ഒരിക്കലും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഈ ശരീഅത്തിന്റെ ആനുകൂല്യം, ശരീഅത്ത് നിയമത്തിന്റെ ആനുകൂല്യം എടുത്തു കളയാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് ഇതറിയിക്കുന്നത് വളരെ നിയമാനുസൃതമായി സമാധാനപരമായി അറിയിക്കുവാൻ മാത്രം. അത് അറിയിക്കുന്നത് ഗവൺമെന്റിനും സൗകര്യമാണ്, നമുക്ക് സൗകര്യമാണ്. ഗവൺമെന്റ് പറയാതെ മാറ്റാനായിട്ടില്ല, കാരണം മുസ്ലിം സമുദായത്തിന്റെ അഭിപ്രായമല്ല. അതുകൊണ്ടാണ് ഈ ശരീഅത്ത് പ്രശ്നത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. ശരി, ഏക സിവിൽ കോഡിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞത് ഏറെക്കുറെ അങ്ങനെയാണെന്ന് വിചാരിക്കുക. പക്ഷെ മൗലവി, ഈ സാധു പെൺകുട്ടികൾക്ക് ഈ ഒരു ജീവനാംശം, വിവാഹമോചനം നടത്തി ജീവനാംശം കിട്ടുന്നതിന് വെക്കണ്ടായത്. സ്ത്രീകൾക്ക് ജീവനാംശം കിട്ടുന്നതിനെതിരില്ല, പക്ഷേ സ്ത്രീകൾക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പോരല്ലോ. മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ജൈനനായാലും ബുദ്ധനായാലും എല്ലാവരും ഭക്ഷണം കഴിക്കണം. പക്ഷെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു തത്വമുണ്ട്, ഹലാലായ ഭക്ഷണം കഴിക്കണം. ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് ആരോഗ്യപരമായി അത് ഹലാലായിരിക്കണം, വൃത്തിയുള്ള ഭക്ഷണമായിരിക്കണം. രണ്ടാമത്തെ സമ്പാദനപരമായിട്ടും അത് ഹലാലായിരിക്കണം. കട്ടുകൊണ്ടുവന്ന് നല്ല ബിരിയാണി അടിച്ചു. ബിരിയാണിക്ക് നിയമപരമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ ഹലാലിയത്തുണ്ട്, വിഷല്ലയിൽ. പക്ഷെ കാശ് മറ്റവന്റെ പോക്കറ്റടിച്ചാന്ന് വെച്ചാൽ അത് ഹലാലല്ല. അപ്പൊ ഹലാലായ മാർഗത്തിലുള്ള ഭക്ഷണമായിരിക്കണം. ആ നിരക്ക് ഏതൊരാൾക്ക് ഭക്ഷണം കിട്ടുന്നു, സോഴ്സ് എങ്ങനെയെന്ന് നോക്കണം. രണ്ടാമത് അത് നിയമപരമായി എത്രത്തോളം ഇസ്ലാമിന്റെ തത്വങ്ങളുമായി യോജിച്ചു പോകുന്നു എന്ന് നോക്കണം. എന്താണ് ഈ ഇപ്പൊ ഇവിടെ നിങ്ങൾ നിയമം കേട്ടിട്ടുണ്ടാവും, ഈ CRPC 125 എന്ന് പറഞ്ഞാൽ, CRPC എന്ന് പറഞ്ഞാൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അതായത് ശിക്ഷ നടപ്പിൽ വരുത്തും സമ്പ്രദായം എന്നാണ് ഇത് ഏകദേശ പരിഭാഷ. ഇന്ത്യൻ പിനാൽ കോഡ് IPC എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഇന്ത്യൻ പിനാൽ കോഡ്, ഇന്ത്യൻ ശിക്ഷയുടെ നിയമാവലി. ഇതങ്ങനെയല്ല, ഇത് ശിക്ഷ നടപ്പിൽ വരുത്തുന്ന രീതി എന്ന് പറഞ്ഞിട്ട് CRPC എന്ന് പറഞ്ഞ ഏർപ്പാടാണ്. ഈ CRPC എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് 1498 ഇതൊന്ന് പരിഷ്കരിച്ചു. 1498 പരിഷ്കരിച്ച ഈ ശിക്ഷാ സമ്പ്രദായത്തിൽ എന്തുണ്ടായിരുന്നു, 488 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടായി. ഈ 488 വകുപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറയുന്നതാണ് ആ വകുപ്പ്. അതിന് നിങ്ങൾക്കറിയാലോ, മുസ്ലിം ശരീഅത്ത് നിയമത്തിന് വിരുദ്ധമല്ലാത്തത് തന്നെയാണ് അവിടെ. ഭർത്താവ് ഭാര്യക്ക് ചെലവിന് കൊടുക്കണം, പിതാവ് പുത്രന്മാർക്ക് ചെലവിന് കൊടുക്കണം, പ്രായപൂർത്തിയെത്തിയ പുത്രന്മാരുണ്ടെങ്കിൽ പിതാവിന് ചെലവിന് കൊടുക്കണം, അങ്ങനെ പറഞ്ഞു പോകുന്നു. അതിന് 1973 ഒരു ഭേദഗതി കൊണ്ടുവന്നു. 1973 ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു. അങ്ങനെ ഭേദഗതി 1898 CRPC നിയമം ഭേദഗതി ചെയ്തപ്പോൾ ഈ പഴയ 488 ചെലവിന് കൊടുക്കൽ എന്ന് പറഞ്ഞ ഈ ഭാഗം ഇതിൽ 125ാമത്തെ വകുപ്പായി വന്നു. 125ാമത്തെ വകുപ്പിന് പണ്ടില്ലാത്തതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അലഞ്ഞു തിരിയല്, ഇന്ത്യൻ പൗരന്മാര് അലഞ്ഞു തിരിയുന്നത് നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ നിയമത്തിന്റെ ഉദ്ദേശം. അപ്പൊ ചെലവിന് നോക്കാനും ഒടിയാനും ആളില്ലാതെ മേലോട്ട് നോക്കി നടക്കുന്ന ആളുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ആരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ ഈ നിയമം. ആ നിയമത്തിന് 125 CRPC 125 ഭാര്യക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കണം. ഭാര്യക്ക് ഭർത്താവിന് ചെലവിന് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഒരു കോടതി മുഖേന വസൂലാക്കാൻ ഭാര്യക്ക് അധികാരമുണ്ട് എന്നാണ് CRPC 125 ആത്മാവ്. പക്ഷേ ഒരു ചെറിയ കൈക്രിയ,
എന്താ ഒരു ചെറിയ വ്യത്യാസം. ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ഇതുവരെ കേട്ടവും പറഞ്ഞതും ഒക്കെ ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ അവന്റെ കീഴിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അവന്റെ ഈ വിവാഹബന്ധത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ? അതെ. എന്നാൽ അതിന് ഒരു ചെറിയ വ്യത്യാസം. എന്താ വ്യത്യാസം? വൈഫിന് പറഞ്ഞിട്ട് ഇതിന് പറഞ്ഞു, സാധാരണ നിയമാനുസൃതമായി കെട്ടിപ്പോയത്. എന്നിട്ട് വൈഫ് ഇൻക്ലൂഡ്സ് ഹു ഹാസ് ബീൻ ഡൈവോഴ്സ്ഡ് ആൻഡ് ഷീ ഹു ഹാസ് ബീൻ ഒബ്റ്റൈൻഡ് ഡൈവോഴ്സ് എന്ന് വെച്ചു. വൈഫ് എന്ന് പറഞ്ഞാൽ കാര്യം തീർക്കപ്പെട്ടവളും കാര്യം ചോദിച്ചു വാങ്ങിയവളും കൂടി ഉൾപ്പെടും എന്നതിന്റെ അർത്ഥം. ഒരു വരി ആകെ നിയമം തല കുത്തന വെച്ച ഭാര്യ. ഭാര്യ എന്ന് പറഞ്ഞാൽ പാരാറ് കെട്ടിയോള്, പിന്നെയോ കാര്യം തീർത്തോള്, പിന്നെയോ കാര്യം വാങ്ങിയോള്. ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കണമെന്നായല്ലോ. ചെലവിന് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായി? ചെലവിന് വാങ്ങണം. ഇത് വന്നപ്പോ ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം ചെലവിന് കൊടുക്കൽ പ്രശ്നത്തിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ വിധി അനുസരിച്ചാണ് വിധിക്കുക എന്ന് 1937 മുസ്ലിങ്ങൾക്ക് കിട്ടിയ ഈ അനുവാദത്തിന് എതിരാണിത്. ഇസ്ലാമിക ശരീഅത്തിൽ ഇവളെ സംരക്ഷിക്കേണ്ടത് എക്സ് ഭർത്താവല്ല, മറിച്ച് അവളെ സംരക്ഷിക്കാൻ ഇസ്ലാമിക ശരീഅത്തിൽ മറ്റു ചില നിയമങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കും. എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോ CRPC 127 B3 എന്ന ഒരു വകുപ്പ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കാം എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സേത്തി പറഞ്ഞു. അതിനുള്ളത് ഏതെങ്കിലും ഒരു സമുദായത്തിൽ ഇതിന് പകരമായി എന്തെങ്കിലും കസ്റ്റമറി ഡ്യൂ, അതായത് ഒരു സമ്പ്രദായമോ അല്ലെങ്കിൽ വ്യക്തി നിയമമോ നിലവിലുണ്ടെങ്കിൽ ആ സമുദായത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കാം. അങ്ങനത്തെ കസ്റ്റമറി ഡ്യൂവും സമ്പ്രദായവും മുസ്ലിങ്ങൾക്ക് ഉണ്ട് എന്ന് മുസ്ലിങ്ങൾ ഇവരെ പരിചയപ്പെടുത്തിയതിന്റെ പേരിലാണ് മുസ്ലിങ്ങൾ ഒഴിവാക്കിയത്. ഈ CRPC ഞാൻ ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ CRPC 125 ദോഷം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ നിന്ന് ഇസ്തിഗ്ന ചെയ്യാൻ വേണ്ടിയിട്ടാണ് CRPC 127 B3 ഉണ്ടായതെന്ന് പറയുമ്പോ ഈ CRPC 127 B3യുടെ സബബുൽ നുസൂൽ തന്നെ മുസ്ലിങ്ങൾക്ക് 125 ഇല്ലാതാക്കാനാണ്. പിന്നെ ഇപ്പൊ കോടതി വിരിച്ചു നോക്കുമ്പോ 125 പിന്നെ മുസ്ലിങ്ങളുടെ തലയിൽ തന്നെ. അതുകൊണ്ടാണ് ആ ഭാഗം ഞങ്ങൾ എതിർക്കുന്നത്. അതാണ് അത് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. എന്താ വെച്ചോ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യം തീർത്താലും കാര്യം പിടിച്ചു വാങ്ങിയാലും ഇവള് ഭാര്യ തന്നെയാണെന്നാണ്. ഒരു ഉപകാരട്ടോ, മിഡ് വൈഫ് കൂടി ഭാര്യയാണെന്ന് പറയാതിരുന്നത് നമ്മളെ നല്ല കാലം. വൈഫല്ലേ? പിന്നെ ചില നിയമങ്ങൾ, ഞാൻ കോടതിയല്ല കേട്ടോ, ഈ നിയമനിർമ്മാതാക്കൾ പലപ്പോഴും അവന്റെ കണ്ണിന്റെ മുമ്പിലുള്ള കാര്യം കാണുള്ളൂ. അയാളുടെ മനുഷ്യനല്ലേ, അതിന്റെ അപ്പുറത്തേക്കുള്ള ഇതറിയല്ല. ഒരു തമാശയായിട്ട് പറയുന്നു, ഒരാള് കേസ് കൊടുത്തു, എന്നെ ഇന്നയാള് ഒരു അകാരണമായി എന്റെ മുഖത്ത് അടിച്ചു അല്ല. അങ്ങനെ കേസൊക്കെ വിചാരണ ചെയ്തിട്ട് ജഡ്ജി പറഞ്ഞു, ഇയാളെ പ്രതിവാദിയെ അകാരണമായി ഒരു അടി അടിച്ചതായി സംശയരഹിതമായി തെളിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അയാൾക്ക് 5 ഉറുപ്പിക പിഴ വിധിക്കുന്നു എന്ന്. കുറച്ച് മുമ്പാണ്, 5 ഉറുപ്പിക കുറച്ച് വിലയുള്ള കാല. അപ്പൊ ഇതൊരു കാക്ക. ഇയാള് അരപ്പെട്ട അങ്ങനെ തുറന്നിട്ട് പ്രതിയായി 10 ഉറുപ്പിന്റെ നോട്ടെടുത്തിട്ട് ജഡ്ജിന്റെ മുമ്പിൽ വെച്ച് കൊടുത്ത് ജഡ്ജിന്റെ ഒരാറ്റി ചില്ലറ മാറാൻ പോകാൻ ഒഴിവില്ല, 2 ആൾ മാറി 5 ഉറുപ്പിക എടുത്തു. കാരണം അകാരണമായി ഒരു അടിയടിച്ച് തെളിഞ്ഞതിൽ 5 ഉറുപ്പിക പിടിച്ചു വന്നിച്ചു, 5 ഉറുപ്പിക മാറി